അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഉയർത്തല് മൊബൈല് ഫോണ് നിർമ്മാതാക്കളായ സാംസങ്ങിന് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് വിലയിരുത്തല്. വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉത്പന്നങ്ങളുടെ തീരുവ US 46% ഉയർത്തിയതാണ് സാംസങ് ഇലക്ട്രോണിക്സിന് തലവേദന സൃഷ്ടിക്കുന്നത്. സാംസങ്ങിന്റെ പ്രധാന നിർമ്മാണ ഹബ്ബുകളിലൊന്ന് വിയറ്റ്നാമാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ലോകവിപണിയിൽ വിറ്റഴിക്കുന്നതിനുള്ള മൊബൈൽ ഫോണുകളുടെ 60% സാംസങ് നിർമ്മിക്കുന്നത് വിയറ്റ്നാമിലാണ്. 1989 സാംസങ് വിയറ്റ്നാമിലെത്തുന്നത്. അക്കാലം മുതൽ തന്നെ ദക്ഷിണ കൊറിയൻ കമ്പനിയുടെ നിർമ്മാണ സ്ട്രാറ്റജി ആ രാജ്യത്തെ കേന്ദ്രീകരിച്ച് വികസിച്ചു തുടങ്ങിയിരുന്നു. നിലവില് വിയറ്റ്നാമിൽ നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകളില് ഭൂരിഭാഗവും അമേരിക്കൻ വിപണിയെ തന്നെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അമേരിക്കയിലെ സ്മാർട്ട് ഫോൺ വിൽപ്പനയില് 2ാം സ്ഥാനമാണ് സാംസങ്ങിനുള്ളത്. നിലവില് വിയറ്റ്നാമും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിലെ വലിയ അന്തരമാണ് ഉയർന്ന തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ നയത്തിന് പിന്നില്. എന്നാൽ ഈ നീക്കം സാംസങ്ങിന്റെ ഗ്ലോബൽ സപ്ലൈ ചെയിനിനു തന്നെ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതാണ്. ഉയർന്ന തീരുവ ഈടാക്കുന്നത് ട്രംപ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാംസങ്ങിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ സാംസങ്ങിന് പുതിയ സാധ്യതകൾ തേടേണ്ടിവരും. ഇന്ത്യയിലും ദക്ഷിണ കൊറിയയിലുമുള്ള കമ്പനികളിൽ നിന്നുള്ള നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതടക്കമാണ് സാംസങ്ങിന് മുന്നിലുള്ള സാധ്യതകൾ. എന്നാൽ ഇത് ചെലവേറിയതും സമയമെടുക്കുന്നതുമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒറ്റ നിർമ്മാണ ബേസിനെ ആശ്രയിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധിയാണ് നിലവില് സാംസങ് നേരിടുന്നതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയെ ആശ്രയിക്കാത്ത കമ്പനികൾ വിയറ്റ്നാമിലെത്തുന്നത് ആ രാജ്യത്തിന് നേട്ടമായിരുന്നു. എന്നാൽ നിലവില് വൈദ്യുതി ലഭ്യത, തൊഴിലാളികളുടെ ഉയർന്ന കൂലി തുടങ്ങിയ പ്രശ്നങ്ങൾ വിയറ്റ്നാമിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നേരിടുന്നുണ്ട്.